എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 29ാമത്തെ സർഗത്തിൽ 38 മുതൽ 43 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. വളരെ വിസ്തരിച്ചുള്ള വർണ്ണന, അതായത് മഹാബലിയുടെ അടുത്തേക്ക് വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ വന്നതും അത് കഴിഞ്ഞിട്ട് ആ ദാനകർമ്മത്തിൻ്റെ ഇടയ്ക്ക് ഭഗവാന്റെ വലിപ്പം വർദ്ധിച്ചതുമൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തിയുള്ളൂ. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ വളരെ വേഗം പറയുക ചെയ്യണത്. 3 അടി മണ്ണ് യാചിച്ചതും അങ്ങനെ വിസ്തരിച്ച് അവിടെ അങ്ങനെയുള്ള പ്രതിപാദനങ്ങൾ വർണ്ണനകളൊന്നും കാണാനില്ല. നമുക്ക് ആദ്യം 38ാമത്തെ ശ്ലോകം നോക്കാം. അതായത് മാധവനാണ് ഈ വന്നിരിക്കുന്നത്, ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ദാനം ചെയ്യാൻ തന്നെയാണ് മഹാബലി ഉറപ്പിച്ചത്. അപ്പോൾ അതിനെതിർത്ത് നിന്ന ശുക്രാചാര്യർക്ക് വൈനതേയൻ്റെ കയ്യിൽ നിന്നും, അതായത് ഗരുഡൻ്റെ കയ്യിൽ നിന്നും പ്രഹരം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞു നിർത്തി. അതിനുശേഷം പറയാണ് 38ാമത്തെ ശ്ലോകം നോക്കാം. ത്രീൻ പദാനഥ ഭിക്ഷിത്വാ പരിഗൃഹ്യ ച മേദിനീം ആക്രമ്യ ലോകാൻ ലോകാർത്ഥി സർവലോകഹിതേരത. 39 കൂടി ചൊല്ലാം. മഹേന്ദ്രായ പുനഃപ്രാദാത് നിയമ്യ ബലിമോജസ ത്രൈലോക്യം സമഹാതേജാശ്ചക്രേ ശക്രവശം പുനഃ. ത്രീൻ പദാനഥ ഭിക്ഷിത്വ. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഒന്നിൽ പറഞ്ഞു എന്തൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട്, എന്തൊക്കെ തരാം എന്ന് പറഞ്ഞിട്ടൊന്നും എനിക്ക് അതുകൊണ്ടൊന്നും ആവശ്യമില്ല, 3 അടി മണ്ണ് മതി എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ മഹാബലി അത് കൊടുക്കും ചെയ്തുല്ലോ. ഇവിടെ പറയാണ് ആ 3 അടി മണ്ണ് തന്നെയേ ഭഗവാൻ വാങ്ങിച്ചുള്ളൂ. ത്രീൻ പദാൻ അധ ഭിക്ഷിത്വ, 3 പദങ്ങൾ ഭിക്ഷയായിട്ട് വാങ്ങിയിട്ട്, പരിഗൃഹ്യച മേദിനിയും, അങ്ങനെ മേദിനിയെ അളന്നെടുത്തിട്ട്, അതായത് ഭൂമിയിൽ 3 അടി മണ്ണ് വേണം എന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ ഭഗവാൻ വലുതായതോട് കൂടിയിട്ട് ഒറ്റക്കാലുകൊണ്ട് ഭൂമിയെ മുഴുവനും അളന്നെടുക്കുകയാണ് ഉണ്ടായത്. 2ാമത്തെ കാലുകൊണ്ട് സ്വർഗ്ഗലോകം മുഴുവനും അളന്നെടുത്തു. 3ാമത്തെ കാല് എവിടെ വെക്കണം എന്ന് സംശയിച്ചു നിന്നപ്പോഴാണ് മഹാബലി ചെന്നിട്ട് പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം എന്ന് നാരായണീയത്തിൽ മേൽപ്പത്തൂര് പറഞ്ഞത്. 3ാമത്തെ അടി മഹാബലിയുടെ ശിരസിൽ തന്നെ വെച്ചുകൊണ്ടാണ് അത് അന്വർത്ഥമാക്കിയത്, സത്യസന്ധമാക്കിയത്. 3 അടി മണ്ണ് കൊടുത്തു എന്നുള്ള ആ ഒരു സത്യം, അതാണല്ലോ ദാനം ചെയ്യാമെന്ന് പറഞ്ഞത്. അതങ്ങനെ കൊടുത്തു എന്നുള്ളതൊന്നും ഇവിടെ രാമായണത്തിൽ പറയണില്ല. പരിഗൃഹ്യച്ച മേദിനിയും, മേദിനിയെ 1 അടി കൊണ്ട് അളന്നെടുത്തിട്ടും, അതുപോലെ ആക്രമ്യ ലോകാൻ ലോകാർത്ഥി സർവലോകഹിതേരത, ലോകങ്ങളെ മുഴുവനും ആക്രമിച്ചിട്ട്, ആക്രമിക്കുക എന്നുള്ള പദത്തിന് ആക്രമിച്ച് യുദ്ധം ചെയ്ത് കീഴടക്കുക എന്നല്ല, ക്രമം കൊണ്ട്, ക്രമം എന്ന് പറഞ്ഞാൽ ഓരോ കാലടി വയ്ക്കുക എന്നാണ്. അതുകൊണ്ടാണ് ഭഗവാന് ത്രിവിക്രമൻ എന്ന് പേര് കിട്ടിയത്. 3 വിശിഷ്ടമായ പദങ്ങൾ, അടികൾ വച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഭഗവാനെ ത്രിവിക്രമൻ എന്ന് പറയുന്നത്. വാമനമൂർത്തിയെ തന്നെയാണ് ത്രിവിക്രമൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ മേദിനി ഉള്ളതായ, ഭൂമിയിലുള്ളതായ സകല ലോകങ്ങളെയും തൻ്റെ കാൽ കൊണ്ട് അളന്നെടുത്തിട്ട്, അങ്ങനെ സർവലോകഹിതേരത, സർവലോകങ്ങൾക്കും ഹിതകാരിയായിട്ട് ഭവിച്ചു. ലോകാർത്ഥി സർവലോകഹിതേരത, ലോകാർത്ഥിയായി, അതായത് എല്ലാ ലോകങ്ങളാലും അർത്ഥിക്കപ്പെട്ടവനായി എന്നും, അല്ലെങ്കിൽ ലോകം മുഴുവനും താൻ സ്വീകരിച്ചെടുക്കുകയും, അതായത് അർത്ഥിക്കുകയാണല്ലോ, മഹാബലിയുടെ അടുത്ത് ചെന്നിട്ട് പ്രാർത്ഥിക്കുക, യാചിക്കുകയാണ് ചെയ്തത്. ആ ലോകം മുഴുവനും ഭഗവാൻ അളന്ന് കാലടിയിൽ ഒതുക്കുകയും ചെയ്തു. അങ്ങനെ സർവ്വലോകത്തിനും ഹിതകാരിയായിട്ട് ഭഗവാൻ തീർന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. മഹേന്ദ്രായ പുനഃപ്രാദാത് നിയമ്യ ബലിം ഓജസ, ഓജസ ബലിം നിയമ്യ, തൻ്റെ കഴിവ് കൊണ്ട്, ആ നിയന്ത്രണ ശക്തി കൊണ്ട് ഭഗവാൻ മഹാബലിയെ ഒതുക്കി. മഹാബലി തൻ്റെ ആ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് ഇന്ദ്രലോകം മുഴുവനും തൻ്റേതാക്കി വച്ചിരുന്നു. അതൊക്കെ ഇല്ലാതെയാക്കി. ആ ലോകം ഇന്ദ്രന് തന്നെയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതാണ് മഹേന്ദ്രായ പുനഃപ്രാദാത്, മഹേന്ദ്രനായിക്കൊണ്ട് ഇന്ദ്രലോകം തിരിച്ചു കൊടുത്തു. മഹാബലിയെ അമർച്ച ചെയ്തു, അഹങ്കാരമൊക്കെ ഇല്ലാതെയാക്കി. ത്രൈലോക്യം സ മഹാതേജ ചക്രേ ചക്രവശം പുനഃ, ത്രൈലോക്യത്തെ, അതുപോലെ തന്നെ മഹാബലിയെയൊക്കെ
തൻ്റെ വശത്താക്കിയിട്ട് അവസാനം ഇന്ദ്രലോകത്തിനെ ഇന്ദ്രനായിട്ട് തന്നെ നൽകി. മഹാതേജാചക്രേ ശക്രവശം പുന. ത്രൈലോക്യം എന്നുള്ളത് കൊണ്ട് ഇവിടെ സ്വർഗം എന്ന അർത്ഥവും കൊടുക്കുന്നുണ്ട്. സ്വർഗം തിരിച്ച് ഇന്ദ്രൻ്റെ കയ്യിൽ തന്നെ ആക്കി കൊടുത്തു. മഹാബലിയുടെ അവകാശങ്ങൾ അവിടെ നിന്ന് ഇല്ലാതെയാക്കി. മഹാബലിയുടെ അഹങ്കാരം തീർത്തു കൊടുത്തു എന്നർത്ഥം. അപ്പോൾ 3 ലോകങ്ങളും ഇവിടെ വ്യാഖ്യാനം പറയാണ്, 3 ലോകങ്ങളും ഇന്ദ്രൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായി. മറ്റത് ഒരു ലൗകികനായിട്ടുള്ള ഒരു രാജാവാണ് രാജ്യമല്ല ഈ 3 ലോകങ്ങളെയും കയ്യിൽ ഒതുക്കി വച്ചിരുന്നത്. അത് മാറ്റിയിട്ട് ത്രൈലോക്യം എന്നുള്ളതിന് 3 ലോകങ്ങളും എന്നെടുത്താലും അതും ഇന്ദ്രൻ്റെ നിയന്ത്രണത്തിലാക്കി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് 40ാമത്തെ ശ്ലോകം നോക്കാം. തേനൈവ പൂർവമാക്രാന്ത ആശ്രമശ്രമനാശന മയാ വിഭക്ത്യാ തസ്യൈവ വാമനസ്യോപഭുജ്യതേ. തേനൈവ പൂർവമാക്രാന്ത ആശ്രമ. പണ്ട് ആ വാമനമൂർത്തിയാൽ താമസിച്ച് തപസ് ചെയ്തതായിട്ടുള്ള അതേ ആശ്രമം തന്നെ തേന വാമനമൂർത്തിന, ആ വാമനമൂർത്തിയാൽ പൂർവം പണ്ട് വസിച്ച് അവിടെ ഇരുന്നിട്ടാണല്ലോ തപസ്സൊക്കെ ചെയ്തത്. ആ ആശ്രമം അവിടെ ഇരുന്നാൽ എന്താ സംഭവിക്കുന്നത്? ശ്രമനാശന ആശ്രമ. എല്ലാ ദുഃഖങ്ങളും എല്ലാ അസുഖങ്ങളും ഇല്ലാതെയായിത്തീരുന്ന, ശ്രമങ്ങളെ തൻ്റെ ശരീരത്തിലുള്ളതായ എല്ലാ ക്ഷീണങ്ങളെയും ഇല്ലാതെയാക്കുന്നതായിട്ടുള്ള അത്ര പുണ്യമായിട്ടുള്ള ഈ ആശ്രമം, അതാണ് വാമനമൂർത്തിക്ക് ലഭിച്ചത്. ആ ആശ്രമത്തിലാണ് ഞാനിപ്പോൾ ഇരുന്ന് തപസ് ചെയ്യണത് എന്ന് അവസാനം പറയണത്. ആ സിദ്ധാശ്രമത്തെ പറ്റിയിട്ട് ഇത്രയധികം വർണ്ണിച്ചു, അത് വാമനമൂർത്തിയുടെ ആശ്രമമാണെന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം അവസാനമാണ് താൻ അവിടെ തന്നെയാണ് ഇരിക്കുന്നത് വിശ്വാമിത്രൻ ഭഗവാൻ ശ്രീരാമചന്ദ്രനോട് പറയണത്. മയാവി ഭക്തിയാതസ്യൈവ. എനിക്ക് അദ്ദേഹത്തിനോടുള്ള ഭക്തി, ആദരവ് അത്ര കണ്ടുള്ളത് കാരണം, വാമനമൂർത്തിയോടുള്ള ബഹുമാനം കാരണം ഞാൻ എന്ത് ചെയ്യുന്നു? തസ്മിന്നബി, അതേ ആശ്രമത്തിൽ സഹ ആശ്രമ മയാ ഉപഭുജ്യതേ. ആ ആശ്രമം എന്നാൽ വസിക്കപ്പെടുന്നു, ഉപഭോഗം ചെയ്യപ്പെടുന്നു. ഞാൻ അവിടെ തന്നെയാണ് വസിക്കുന്നത്. എനിക്ക് വാമനമൂർത്തിയോടുള്ള അത്യന്തം ബഹുമാനം കാരണം ഞാൻ ആ ആശ്രമത്തിൽ തന്നെ വസിക്കുന്നു. ഇപ്പോൾ സിദ്ധാശ്രമത്തിൽ വിശ്വാമിത്രൻ്റെ കൂടെയുള്ളതായ ഋഷീശ്വരന്മാരൊക്കെയാണ് ഉള്ളത് എന്നർത്ഥം. അങ്ങനെ അത്രയ്ക്ക് പ്രസിദ്ധമായ, അത്രയ്ക്ക് ഉത്തമമായിട്ടുള്ള ആശ്രമമാണ് എങ്കിൽ പോലും അവിടേക്കിപ്പോൾ ആക്രമണകാരികളായിട്ടുള്ള രാക്ഷസന്മാർ വരുന്നു എന്നുള്ളതാണ് വിശ്വാമിത്രൻ പറയണത്. 41ാമത്തെ ശ്ലോകം നോക്കാം. ഏനമാശ്രമമായാന്തി രാക്ഷസ വിഘ്നകാരിണ അത്ര തേ പുരുഷവ്യാഘ്ര ഹന്തവ്യാ ദുഷ്ടചാരിണ. ഏനം ആശ്രമം വിഘ്നകാരിണ രാക്ഷസാഹ ആയാന്തി. എൻ്റെ കഷ്ടകാലം എന്ന് പറയട്ടെ, ഇപ്പോൾ ഇവിടേക്ക് ഈ ആശ്രമത്തെ ആക്രമിക്കാനായിട്ട് രാക്ഷസന്മാരൊക്കെ വരുന്നു. വിഘ്നകാരികളായിട്ടുള്ള നമ്മുടെ സത്കർമ്മങ്ങളെ, യാഗങ്ങളെ, ഹവനങ്ങളെ, പൂജകളെ ഒക്കെ നശിപ്പിക്കുന്നവരായ കുറേയധികം രാക്ഷസന്മാർ ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട് ഈ ആശ്രമത്തിലേക്ക്. അവർ എന്താ ചെയ്യണത്? അത്രതേ പുരുഷവ്യാഘ്ര. അവർ ഇവിടെ വന്നിട്ട് നമ്മുടെ സത്പ്രവൃത്തികളെ മുഴുവനും നശിപ്പിക്കുകയാണ്. അല്ലയോ നരശാർദൂല, പുരുഷശ്രേഷ്ഠനായിട്ടുള്ള ശ്രീരാമ, അവരൊക്കെ എന്ത് ചെയ്യണം? തേ ദുഷ്ടചാരിണ, ആ ദുഷ്ടചാരികളായിട്ടുള്ള ചീത്തപ്രവൃത്തികൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന രാക്ഷസന്മാർ ഹന്തവ്യാഹ, വധിക്കപ്പെടേണ്ടവരാണ്. അവരെ അങ്ങ് വധിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. 42ാമത്തെ ശ്ലോകം നോക്കാം. അദ്യ ഗച്ഛാമഹേ രാമ സിദ്ധാശ്രമമനുത്തമം തദാശ്രമപദം താത തവാപ്യേതദ്യഥാ മമ. ഇത് താടകാവനത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെയാണ് പറഞ്ഞു കൊടുത്തത്. ഈ കഥ മുഴുവനും ദൂരെ കാണുന്ന സിദ്ധാശ്രമത്തെ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് അവിടേക്ക് പ്രവേശിക്കാം എന്ന് പറയാണ്. അദ്യ ഗച്ഛാമഹേ രാമ, അല്ലയോ ശ്രീരാമ, നമുക്ക് 3 പേർക്കും കൂടിയിട്ട് ആ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാം. അനുത്തമം സിദ്ധാശ്രമം ഗച്ഛാമഹേ. അവിടേക്ക് ചെന്നാലോ? തത് ആശ്രമപദം താത, അല്ലയോ പുത്ര. താത എന്നുള്ളതിന് അച്ഛനെന്നും അർത്ഥമുണ്ട്, മകനെന്നും അർത്ഥമുണ്ട്. അല്ലയോ ശ്രീരാമ, പുത്രന് തുല്യനായിട്ടുള്ള ശ്രീരാമ, അങ്ങയ്ക്കും അത് എനിക്കെങ്ങനെയാണോ ഏറ്റവും സുഖദായിയാകുന്നത് ആ ആശ്രമം, അതേപോലെ തന്നെ അങ്ങയ്ക്കും ആയിത്തീരും. തത് ആശ്രമപദം താത തവാപ്യേതത് യഥാമമ. എനിക്കെങ്ങനെയാണോ ആ ആശ്രമം ഏറ്റവും സുഖദമായി ഭവിക്കുന്നത്, അപ്രകാരം തന്നെ അങ്ങയ്ക്കും അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും
സൗകര്യമുള്ളതും ഏറ്റവും സുഖം നൽകുന്നതുമായിട്ടും ഭവിക്കും എന്ന് പറയാണ്. നമുക്ക് 43-ാമത്തെ ശ്ലോകം നോക്കാം. അതിന് 3 വരികളുണ്ട്. ഇത്യുക്ത്വാ പരമപ്രീതോ ഗൃഹ്യ രാമം സലക്ഷ്മണം പ്രവിശന്നാശ്രമപദം വ്യരോചത മഹാമുനി ശശീവഗതനീഹാര പുനർവസു സമന്വിത. ഇത്യുക്ത്വാ, ഇപ്രകാരം കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്, പരമപ്രീത, വളരെയധികം സന്തുഷ്ടനായിട്ടുള്ള വിശ്വാമിത്ര മഹാമുനി അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ ശ്രീരാമനോടും ലക്ഷ്മണനോടും പറഞ്ഞു. അവർ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും കേട്ടു. അതുപോലെ ആ ആശ്രമത്തിനെ, അതിലെ സത്കർമ്മങ്ങളെയൊക്കെ ആക്രമിക്കാനായിട്ട് രാക്ഷസന്മാർ വരുന്നുണ്ട്, അവരെയൊക്കെ തോൽപ്പിക്കണം, അവരെ വധിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീരാമൻ അതെല്ലാം സമ്മതിക്കുകയും ചെയ്തു. ആ സന്തോഷം ഒക്കെ കൂടി ചേർന്നിട്ട് രാമം സലക്ഷ്മണം രാമം ഗൃഹ്യ, ലക്ഷ്മണനോട് കൂടിയ രാമനെ ഗൃഹ്യ എന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട്, അവരോട് 2 പേരോടും കൂടിയിട്ട് ആശ്രമപദം പ്രവിശൻ മഹാമുനി വ്യരോചത, ആശ്രമത്തിലേക്ക് പ്രവേശിച്ച ആ മഹാമുനി വിശ്വാമിത്രൻ ശോഭിച്ചു. ഏതുപോലെ? അതാണ് 3-ാമത്തെ വരിയിൽ പറയണത്. ശശീവഗത നീഹാര പുനർവസു സമന്വിത. ശശി ചന്ദ്രൻ, എങ്ങനെയുള്ള ചന്ദ്രൻ? ഗതനീഹാരഹ, മഞ്ഞ് അല്ലെങ്കിൽ മഞ്ഞിൻ്റെ മറ നീങ്ങിപ്പോയവനായ ചന്ദ്രനെ പോലെ. മഞ്ഞ്, അതായത് വെളുപ്പാങ്കാലത്തെ ചന്ദ്രനിൽ ചെറിയ മഞ്ഞൊക്കെ ഉണ്ടാവും, അതൊക്കെ നീങ്ങിപ്പോയിട്ട് പുനർവസു നക്ഷത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചന്ദ്രൻ എന്ന പോലെ വിശ്വാമിത്രൻ ആ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ശോഭിച്ചു എന്നർത്ഥം. പുനർവസു 2 നക്ഷത്രങ്ങളാണ്. മിഥുനം രാശിയിലെ ശോഭയാർന്ന 2 നക്ഷത്രങ്ങളെയാണ് പുനർവസു എന്ന് പറയുന്നത്. ആ 2 നക്ഷത്രങ്ങളായിട്ടാണ് ഇവിടെ ശ്രീരാമനെയും ലക്ഷ്മണനെയും കവി വർണ്ണിക്കുന്നത്. അങ്ങനെ അവരോട് കൂടിയിട്ട് ചന്ദ്രൻ എന്നതുപോലെ വളരെ തേജസ്സാർന്ന വിശ്വാമിത്രൻ കുട്ടികളോട് കൂടിയിട്ട് ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു എന്നർത്ഥം. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. 3 പദാനഥ ഭീക്ഷിത്വാ പരിഗൃഹ്യ ച മേദിനീം ആക്രമ്യ ലോകാൻ ലോകാർത്ഥി സർവലോകഹിതേ രത മഹേന്ദ്രായ പുനഃ പ്രാദാത് നിയമ്യ ബലിമോജസാ ത്രൈലോക്യം സമഹാതേജാശ്ചക്രേ ശക്രവശം പുനഃ തേനൈവ പൂർവമാക്രാന്ത ആശ്രമശ്രമനാശന മയാ വിഭക്ത്യാ തസ്യൈവ വാമനസ്യോപഭുജ്യത്തെ ഏനമാശ്രമമായാന്തി രാക്ഷസാ വിഘ്നകാരിണ അത്ര തേ പുരുഷവ്യാഘ്ര ഹന്തവ്യാ ദുഷ്ടചാരിണ അദ്യ ഗച്ഛാമഹേ രാമ സിദ്ധാശ്രമമനുത്തമം തദ് ആശ്രമപദം താത തവാപ്യേതദ്യഥാ മമ. ഇത്യുക്ത്വാ പരമപ്രീതോ ഗൃഹ്യ രാമം സലക്ഷ്മണം പ്രവിശന്നാശ്രമപദം വ്യരോചത മഹാമുനി ശശീവഗതനീഹാര പുനർവസു സമന്വിത. അങ്ങനെ എല്ലാവരും 3 പേരും കൂടിയിട്ട് സിദ്ധാശ്രമത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ശ്ലോകങ്ങൾ അവസാനിപ്പിക്കുകയാണ്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.